2026 ജൂൺ മാസ ഫലം. അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. അതായത് വ്യാഴത്തിന്റെ മാറ്റമൊക്കെ വന്ന ഈ സമയം വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ധന ആഗമന യോഗവും, കടം വീടുന്നതിനും വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതിന് വ്യാഴം കൂടാതെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഈ ജൂൺ മാസത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. ഏതേത് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പല വിധത്തിലുമുള്ള കഷ്ടതകളും നഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിലും പെട്ട്, കേസുകളിലും പെട്ട്, കടങ്ങളിൽപ്പെട്ട്, പല രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ പല വിധത്തിലും അപമാനങ്ങളും ഒക്കെ സഹിച്ച ഈ നക്ഷത്രക്കാർ, അതായത് വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർ വളരെയധികം ദുഃഖത്തിലായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം നേടി രോഗാവസ്ഥകളൊക്കെ മാറും. അതായത് ആരോഗ്യം വീണ്ടെടുക്കുക. തലവേദന പോലെയുള്ള അസുഖങ്ങൾ തല സംബന്ധമായിട്ടോ കണ്ഠ സംബന്ധമായിട്ടോ പല്ല്, അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ട്, ഞരമ്പ് സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്തിട്ടും ഫലിക്കാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനിയിപ്പോൾ അതൊക്കെ മാറി ചികിത്സ ഇല്ലാതെ തന്നെ പോലും ചില രോഗങ്ങൾ മാറിക്കിട്ടും. ഗ്രഹങ്ങളുടെ സ്വാധീനം അത്ര വലുതാണ്. സൂര്യൻ്റെ രശ്മിയും ചന്ദ്രൻ്റെ നിലാവുമൊക്കെ നമുക്ക് കാണാം. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. അവർ നമ്മളെ, ഓരോ വ്യക്തികളെയും അവരവരുടെ ശാരീരികവും മാനസികവുമായ ഘടകങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരുക. അത് കലാരംഗവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയക്കാർ, അധ്യാപകർ, മറ്റ് ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും ആ തൊഴിൽ രംഗത്ത് ഒന്ന് പ്രസിദ്ധരാകുക, പേരെടുക്കുക, അതിനൊക്കെയുള്ള നല്ല അവസരമാണ് ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുക. കുടുംബത്ത് പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുക. അതായത് 4-ാമിടത്ത് രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പല വിധത്തിലും കുടുംബത്ത് ഒരു സ്വസ്ഥതയില്ലാത്ത, ഇങ്ങനെയുണ്ടോ ഒരു സ്വസ്ഥതക്കേട് എന്ന് വിചാരിച്ചിരുന്ന നക്ഷത്രക്കാരാണ് ഈ വൃശ്ചികം രാശിക്കാർ. ആ 4-ാമിടത്തേക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ ഒക്കെ വളരെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. രാശിയിലേക്ക്, അതായത് വൃശ്ചികൻ രാശിയിലേക്ക് ഇപ്പോൾ പൂർണ്ണമായ വ്യാഴദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 3-ാമിടം ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന, സ്വയം എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രിക്കുവാനൊക്കെയുള്ള മനോഭാവം വന്നു ചേരുന്നതിനും ഒക്കെയുള്ള ഒരു സമയമാണ് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നത്. അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതിയും അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയത്തിനായിട്ട് അധിക സമയം പഠനത്തിനായിട്ടൊക്കെ മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാ ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ ഇതാണ്. അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ അലസതയൊക്കെ വിട്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതിനും ബുദ്ധിയിൽ അത് ഓർമ്മയിൽ നിൽക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാ ഗോപാലയന്ത്രം ധരിക്കുന്നതും വളരെ അനുകൂലമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവരവരുടെ തന്നെ ജാതകം നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വഴിപാടുകളൊക്കെ ചെയ്യുക. എന്നാലും കൂടുതൽ ഫലപ്രദമായിരിക്കും. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അകൽച്ചയൊക്കെ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പിണങ്ങി നിൽക്കുന്നവർക്കായാലും അതൊക്കെ പിണക്കമൊക്കെ വിട്ടുമാറി ഒരുമിച്ച് യോജിക്കുവാനും, ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും
അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേർന്ന് ധന ആഗമന യോഗം ഉണ്ടാകാനും ആ ധനം വേണ്ട രീതിയിൽ സുഖലോലുപമായ കാര്യങ്ങൾക്ക് ദമ്പതികളായിട്ട് വിനിയോഗിക്കുവാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടൊക്കെ ഒരു സന്തോഷം അനുഭവിക്കുവാൻ യോഗമുള്ള ഒരു വർഷമാണ് അല്ലെങ്കിൽ ഒരു മാസമാണ് ഈ ജൂൺ മാസം. ഈ രാശിയുടെ 7ാം ഭാവാധിപൻ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ കാണുന്നത്. ശുക്രനും ബുധനും ഒക്കെ വളരെ അനുഗ്രഹിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊഴിൽ കാര്യം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഈ ജൂൺ മാസത്തിൽ യോഗമുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. മാസാദ്യമൊക്കെ ചിലപ്പോൾ സാധിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു തൊഴിൽ പുരോഗതി ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോഴുള്ള തൊഴിലിൽ തൃപ്തി പൂർണ്ണമായിട്ടില്ലാതെ ഇരിക്കുന്നവർ, അവർക്ക് പൂർണ്ണമായ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നേട്ടത്തോടുകൂടിയ ഒരു ജോലി വന്നു ചേരുക, അതുപോലെ തന്നെ നല്ല സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കത്തക്ക രീതിയിൽ നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുക, അധികാരത്തോടു കൂടിയ ജോലി ലഭിക്കുക, അതുപോലെ സ്വന്തം നാട്ടിലേക്ക് അകലെയൊക്കെ ട്രാൻസ്ഫറൊക്കെ ആയിട്ട് അകലെ പോയി ജോലി ചെയ്യുന്ന, വീടുമായിട്ട് അകന്ന് ദൂരദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിൽ തന്നെയൊക്കെ ഒരു ജോലി തരപ്പെടുന്നതിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടി വരുന്നതിന് യോഗമുണ്ട്. അതുമല്ല എങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന എവിടെയാണോ ആ ദേശത്ത് തന്നെ ഒരു വീടും സ്ഥലവും ഒക്കെ വന്നു ചേരുവാനും കുടുംബസമേതം അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ആരംഭിക്കുവാനൊക്കെ ഈ ജൂൺ മാസത്തിൽ ഒരു തീരുമാനം ഒക്കെ എടുക്കുവാൻ സാധിക്കും. അത് ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാ രംഗവുമായ ജോലികളൊക്കെ ചെയ്യുന്നവർ, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ അനുകൂലമാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മോശമായ അല്ലെങ്കിൽ അധമമായ ഭക്ഷണ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഉത്തമ ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പഴകിയതും കെമിക്കൽ ചേർന്നതും അതുപോലെ തന്നെ രാസവസ്തുക്കളൊക്കെ ചേർക്കുക. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം വളരെയധികം നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് അടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മളെ കഴിയാവുന്ന രീതിയിലൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ദാനധർമാദികളിൽ പങ്കെടുക്കുക യഥാശക്തി അനുസരിച്ച്. അതുപോലെ ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ രംഗത്തെ ശത്രുത ഒക്കെ മാറുന്നതിനൊക്കെ വളരെ അനുകൂലമാണ്. ശത്രുതയൊക്കെ മാറുന്നതിന് സുദർശന യന്ത്രം ധരിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. അങ്ങനെ തൊഴിൽ പുരോഗതിയൊക്കെ ഉണ്ടാകാം. തൊഴിൽ രംഗത്തെ ശത്രുതയൊക്കെ മാറുവാൻ അത് വളരെ ഉത്തമമായിരിക്കുന്നു. നല്ല രീതിയിലൊക്കെ ജപിച്ച് അത് ചെയ്ത് ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ പേര് നക്ഷത്രവും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചില ആൾക്കാരെങ്കിലും കമൻറ്റ് ചെയ്യാറുണ്ട് ഒരു കാര്യവും സാധിച്ചില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അവരവരുടെ വ്യക്തിപരമായ ജാതകം നോക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ഗോചര ഫലങ്ങളാണ്. ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ സ്ഥിതി അനുസരിച്ച് നക്ഷത്ര ഫലമാണ് പറയുന്നത്. അതല്ലാതെ ജാതകം നോക്കുക, ഗ്രഹനില തയ്യാർ ചെയ്ത് ജനിച്ച സമയവും തീയതിയും ജനിച്ച സ്ഥലവും വെച്ചുകൊണ്ട് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കിയാൽ ഒരു തരത്തിലും ഒരു പുരോഗതിയുമില്ല, ജീവിതം പാഴായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. അതിന് വേണ്ട വഴിപാട് കൂടി ചെയ്ത് പ്രാർത്ഥനയും ശ്രദ്ധയും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തൊഴിൽ രംഗത്തും ആരോഗ്യപരമായിട്ടും സമൂഹത്തിലും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. അതിനൊക്കെയാണ് ഈ ജ്യോതിഷം പ്രയോജനപ്പെടുന്നത്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്